ഹലോ. ഇന്നെൻ്റെ ദിവസം തുടങ്ങിയത് രാവിലെ എഴുന്നേറ്റായിരുന്നേ. ഇന്നിവിടെ അടുത്തുള്ള അമ്പലത്തിൽ പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി എഴുന്നേറ്റ് പിന്നെ ഞാൻ തിരി എത്തിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ അമ്മയും കൊണ്ട് അമ്പലത്തിലോട്ട് പോയി. അവിടെ ചെന്ന് ഗണപതി ഒരുക്കും വിളക്കൊക്കെ ഒരുക്കി വെച്ചു. പൊങ്കാലയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളായിരുന്നു. 7:30 പൊങ്കാല ഇടേണ്ട ടൈം. നമ്മളുടെ എല്ലാം സെറ്റ് ചെയ്ത് നേരത്തെ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. പൊങ്കാല അടുപ്പിൽ തീ പകരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ തീ പകർന്നു, ദീപം കൊളുത്തി, ഭണ്ഡാരടുപ്പിൽ നിന്നുള്ള തീ പകർന്ന് പൊങ്കാല ഇടാൻ ആരംഭിച്ചു. പിന്നെ തീയും പുകയുമായിട്ട് അടിപൊളിയായിരുന്നു. സൂര്യനാണെങ്കിൽ നൂറേ നൂറേ എന്ന് പറഞ്ഞു നിൽക്കും. ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ടുള്ള ചൂട് ഒരുപാട് തരുന്നുണ്ടായിരുന്നു. ഭണ്ഡാര അടുപ്പിൽ അരിയിട്ടു. നമ്മളും വെള്ളം ചൂടായി 3 വട്ടം കലത്തിലൊഴിഞ്ഞ് പ്രാർത്ഥിച്ച് അരിയിട്ടു. പിന്നെ അരി തിളച്ച് തോന്നണം വരെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന അമ്മമാര് സഹസ്രനാമങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അരി തിളച്ച് തൂവുന്ന ദിശയുമായിട്ട് കുറച്ച് ഐതിഹ്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ശർക്കരയും കൽക്കണ്ടവും മുന്തിരിയൊക്കെ ഇട്ടു. നിങ്ങൾക്ക് ഈ അതിഥി അറിയാവോ? അറിയാമെങ്കിൽ പേരൊന്ന് കമന്റ് ചെയ്യണേ. എന്തായാലും ഇപ്പൊ ഇലക്ഷൻ ചൂടല്ലേ. പിന്നെ അവിടുന്ന് പ്രസാദം മേടിക്കുന്നുണ്ട്. കുറച്ചു നേരം എല്ലാവരുടെ അടുത്തുനിന്ന് വന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി മിക്കവരോടും സംസാരിക്കുന്നുണ്ടായിരുന്നു. ചെല്ലുന്നവരോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ എനിക്ക് ഇദ്ദേഹത്തിന്റെ ചില സ്പീച്ചൊക്കെ ഇഷ്ടമാണ്. അതിനുശേഷം അമ്മയെ പുറത്തെഴുന്നള്ളിച്ച് തിരുമേനി പൂജകളൊക്കെ കഴിഞ്ഞ് ഭണ്ഡാര അടുപ്പിൽ പൊങ്കാലയ്ക്ക് തീർത്ഥം തളിച്ചതിന് ശേഷമാണ് അമ്മയോടൊപ്പം എല്ലാ പൊങ്കാലക്കളങ്ങളുടെ അടുക്കൽ എത്തി തീർത്ഥം തളിക്കുകയേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് പോകാം. ഈ വരുന്നവനെ കണ്ടോ? അവൻ വളരെ സ്പീഡിൽ വന്ന് ഗണപതി ഒരിക്കലെ തേങ്ങയും എണ്ണയൊക്കെ എടുത്തോണ്ട് പോയി. കണ്ടിട്ട് എനിക്ക് ചിരി വന്നു. വണ്ടി സ്പീഡിൽ എടുത്തോണ്ട് പോകുന്നത്. അപ്പം അതിനുശേഷം അവിടെ കാപ്പി ഉണ്ടായിരുന്നു, ചുക്കാപ്പി ഉണ്ടായിരുന്നു, ഇഡ്ഡലി, സാമ്പാർ, വട ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് ഞാനും അമ്മയും തിരിച്ച് വീട്ടിലോട്ട് പോയി. വൈകുന്നേരം ആയപ്പം നമ്മുടെ ഇവിടുത്തെ പച്ചക്കറി ചേട്ടൻ വന്നു. ആ ചേട്ടൻ പാവമാണ്, ഭയങ്കര സ്നേഹമാണ്. ബംഗ്ലാദേശാണ് നാട്. നന്നായിട്ട് മലയാളമൊക്കെ പറയുന്നുണ്ട്. അമ്മയാണെങ്കിൽ ഷുഗർ ഉള്ളതുകൊണ്ട് കൂർക്ക മേടിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടും ആ ചേട്ടനോട് കൂർക്ക മേടിച്ചു. പറഞ്ഞിട്ട് കാര്യമില്ല, മേടിച്ചേ പറ്റൂ. അത് വൈകുന്നേരത്തെ ചെമ്മാനമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വൈകുന്നേരം ചേച്ചിയെ കൊണ്ട് ഡോക്ടറിന്റെ വീട്ടിൽ പോകണമായിരുന്നു. അതിന് ഹരിപ്പാട് പോയി. ഡോക്ടറിനെ കാണാൻ ഇരുന്നപ്പോൾ അധിക നേരം പോസ്റ്റ് ആകേണ്ടി വന്നു. അതൊക്കെ കഴിഞ്ഞ് ഡോക്ടറിനെ കണ്ട് രാത്രിയായി. തിരിച്ച് വീട്ടിലോട്ട് പോയപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു എൻ്റെ ഒരു ദിവസം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.